അവരെ തന്നെ ഇസ്ലാം മതം കൽപ്പിക്കുകയാണ്. നീ നിന്റെ ഇണയിലേക്ക് നിന്റെ ശാരീരികമായ ആവശ്യത്തിന് വേണ്ടി പ്രാപിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു നാൽക്കാലി അതിന്റെ ഇണയെ സമീപിക്കുന്നത് പോലെയാവാൻ പാടില്ല. ഒരു നാൽക്കാലി അതിന്റെ ഇണയെ സമീപിക്കുന്നത് പോലെ നീ നിന്റെ ഭാര്യയെ സമീപിക്കാൻ പാടില്ല. നീ നിന്റെ ഭാര്യയെ സമീപിക്കുമ്പോൾ തികച്ചും സാംസ്കാരികപരമായിട്ടായിരിക്കണം ആ സമീപനമുണ്ടാവേണ്ടത്. ഭാര്യയോട് നല്ല നിലക്ക് സംസാരിക്കണം, സ്നേഹത്തോട് അവളുമായി പെരുമാറണം. അവളുമായി ശാരീരികമായ വീഴ്ച നടത്താൻ ആരംഭിക്കുമ്പോൾ തന്നെ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ വജന്നിബ്ന ശൈത്താൻ എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലണം. നീ നിന്റെ ആവശ്യം നിർവഹിച്ച് ഏകപക്ഷീയമായി ഗോളെടുത്ത് തിരിയാതെ നിന്റെ ഇണയുടെ ശാരീരികമായ വികാരത്തിന്റെ ആവേശം കത്തിയമരുന്നത് വരെ നീ അവളുമായി ശാരീരികമായ ബന്ധം തുടരണം എന്ന് തുടങ്ങി ഒരു ഉൽപാദനത്തിന്റെ തുടക്കം മുതൽ ആ ഉൽപാദനം ഭൂമിലോകത്തേക്ക് പ്രൊഡക്ഷൻ നിർമ്മിച്ചതിന്റെ ശേഷം അതിന്റെ അന്തം കുറിക്കുന്ന സമയം വരെയും ആ അന്തത്തിന്റെ ശേഷം പിന്നീട് വരുന്ന പുനർജന്മം മുതൽ അന്തമില്ലാത്ത ജന്മം വരെയും വളരെ വിശാലമായി ചർച്ച ചെയ്ത മതമാണല്ലോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ചെവിയിൽ ആദ്യമായി കൊണ്ട് കൽപ്പിക്കേണ്ടത് അല്ലാഹു അക്ബർ എന്ന വചനമായിരിക്കണം. അറിയാമല്ലോ, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. ഭ്രാന്തായിരിക്കുന്ന കുട്ടികളുടെ ചെവികളിൽ കർണപടങ്ങളിൽ കേൾപ്പിക്കേണ്ടത് ആ കുട്ടിയുടെ നാക്കിൽ മധുരം കൊടുക്കണം. ആരായിരിക്കണം മധുരം കൊടുക്കേണ്ടത്? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുള്ള സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടുപടിക്കൽ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും മറ്റ് പ്രമാണയോഗ്യമായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാലും കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടുപടിക്കൽ കൈക്കുഞ്ഞുങ്ങളുമായി കൊണ്ട് സ്ത്രീകൾ ക്യൂ നിൽക്കുകയാണ്. എന്തിനാണ് അവർ ക്യൂ നിൽക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൊണ്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട വായിൽ ഒരു കാരക്കയിട്ട് ചതച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ബറക്കത്തുള്ള വായിൽ നിന്ന് നിർഗളിക്കുന്ന തൊട്ടുനീര് ആ കാരക്കയിൽ ചതച്ച് പുരട്ടി അത് കൊച്ചു ശിശുക്കളുടെ വായിൽ മധുരം കൊടുക്കുന്ന ഏർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് മധുരം വാങ്ങാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട തൊട്ടുനീര് പുരട്ടിയ കാരക്ക ചതച്ചത് തങ്ങളുടെ കൊച്ചുമക്കളുടെ വായിൽ പുരട്ടി കൊടുക്കാൻ മദീനയിൽ കൈക്കുഞ്ഞുങ്ങളുമായി പെണ്ണുങ്ങൾ കിറുക്കുന്നു. വാത്സാശ്രിത വാത്സല്യമായ കാരുണ്യത്തിന്റെ ഉറവിടമായ മനുഷ്യ സ്നേഹത്തിന്റെ എല്ലാ സ്നേഹത്തിന്റെയും ഉറവിടമായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കടന്നുകൊണ്ട് തന്നെ ചില കുഞ്ഞുങ്ങൾ കാഷ്ടിക്കാറുണ്ട്, മൂത്രമൊഴിക്കാറുണ്ട്. അറുപ്പ് കലരാതെ വെറുപ്പ് കലരാതെ അല്ലാഹുവിന്റെ റസൂൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ കുട്ടികളുടെ വായിൽ മധുരം കൊടുക്കുന്നു. നീനിത്ത നനഞ്ഞ കതിൽ തടകളിൽ അല്ലാഹുവിന്റെ റസൂൽ ചുംബനം വെച്ചു കൊടുക്കുന്നു. ആ കുട്ടികളുടെ തലയിൽ കൈ വെച്ചുകൊണ്ട് റസൂലിന്റെ ദ്വാരം കൊടുക്കുന്നു, മന്ത്രിക്കുന്നു. ഇതിനുവേണ്ടി റസൂലില്ലാതെ കൈകൊണ്ട് മന്ത്രിക്കാൻ, റസൂലില്ലാതെ കൈകൊണ്ട് മധുരം തേക്കാൻ നേരം വിളിക്കുന്ന സമയത്ത് സ്ത്രീകൾ റസൂലില്ലാതെ വീട്ടുപടിക്കൽ വന്ന് കേൾക്കുന്ന സുഹൃത്തുക്കളെ, അപ്പൊ ഒരു നവജാത ശിശു പിറന്നത് മുതൽ ആ കുട്ടി ജനിച്ചപ്പോൾ അല്ലാഹു എന്ന വചനം കേൾപ്പിക്കണമെന്നും ആ കുട്ടിയുടെ വായിൽ സ്വാലിഹ്യങ്ങളെ കൊണ്ട് മധുരം കേൾപ്പിക്കണമെന്നും ഇസ്ലാമികം നിഷ്കർഷിക്കുന്നു, കൽപ്പിക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി.
ഇസ്ലാമിന്റെ കൽപ്പനകൾ ഓരോ സെക്കൻഡിലും ഈ കുട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അടക്കവും ഇരുത്തവും അനക്കവും ഉറക്കവും എല്ലാം. കുട്ടികൾ ഒരു സെക്കൻഡ് പോലും ഇസ്ലാം എന്ന് പറയുന്ന ഈ ബൃഹത്തായിരിക്കുന്ന ഭരണഘടനയുടെ അകത്തുനിന്ന് ഒരു മുസ്ലിമിന് മാറി നിൽക്കാൻ പറ്റൂല. അതാണ് ഈ സമ്പൂർണ്ണ മതം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. സമ്പൂർണ്ണ മതം. ഉറക്കുമനെ ഉറങ്ങല്ല. നമ്മൾ തുടങ്ങുമ്പോഴേക്കും അവനെ വിളിച്ച ഉറങ്ങ. നമ്മൾ തുടങ്ങലേ ഉള്ളൂ. അപ്പോഴേക്കും ഉറക്കോടും. സമ്പൂർണ്ണ മതം എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാത്തിനും നിയമം. നിങ്ങൾ കുട്ടികളെ എങ്ങനെ താരാട്ട് പാടണം കണ്ടില്ലേ? കാസറ്റുകൾ, താരാട്ടുപാട്ടിന്റെ പേരിൽ കാസറ്റുകൾ. താരാട്ടൊക്കെ മനുഷ്യനെ തോന്നിയിരിക്കും. എത്തകാലത്ത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ വളരുന്ന കവുങ്ങിന്റെ കായ് വർദ്ധിപ്പിക്കാൻ, നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന തെങ്ങിന്റെ മുകളിലുള്ള മണ്ടയിലുള്ള തേങ്ങ മച്ചിങ്ങ ധാരാളം പിടിക്കാൻ, മച്ചിങ്ങ തെറിച്ചു പോകാതിരിക്കാൻ ദിവസവും 1 മണിക്കൂർ കവുങ്ങിനും തെങ്ങിനും നിങ്ങൾ സംഗീതം കേൾപ്പിച്ചു കൊടുക്കുക. സംഗീതം ആസ്വദിക്കാനുള്ള മാൻ പവർ കപ്പാസിറ്റി വൃക്ഷങ്ങൾക്കുണ്ട്. ആസ്വദിക്കും. ആസ്വദിച്ചാൽ പരാഗണവും പരപരാഗണവും പഠിച്ച കുട്ടികളാണെന്ന്. സംഗീതം ആസ്വദിച്ചാൽ അതിലുണ്ടാകുന്ന കായ്ക്കനികൾ പുഷ്ടിപ്പെടും. മണ്ടരിയില്ലാതിരിക്കാൻ തെങ്ങുകൾക്ക് സംഗീതം ആസ്വദിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ കണ്ടോ, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ താരാട്ട്, പഴയ കാലത്ത് ഉമ്മമാര് നമ്മുടെ കുട്ടികൾക്ക് താരാട്ട് പാട്ടി കൊടുത്തിരുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ഇപ്പൊ അതല്ല. ഒരു ടാപ്പ് റിക്കാർഡിലല്ല ഹോണാക്കി അങ്ങ് വെച്ചു കൊടുക്കല അല്ലേ? അതെന്ത് പാട്ടാണെന്നുള്ളത് ഞാനിവിടെ അത് പാടുന്നില്ല. ഈ സദസ്സ് അതിന് ദൂഷണമല്ലാത്തത് കൊണ്ട്, അറിയാത്തത് കൊണ്ടല്ല. പഴയ കാലത്ത് ഉമ്മമാര് പാടിക്കൊടുത്തിരുന്ന പാട്ടെന്തായിരുന്നു? ആ കുട്ടികളുടെ തൊട്ടിലിങ്ങനെ പിടിച്ചാട്ടിയിട്ട് മനോഹരമായിരിക്കുന്ന പാട്ട്. ആ കുട്ടി ആ തൊട്ടിലിൽ നീച്ചുകൊണ്ട് പറയും ലാ ഇലാഹ ഇല്ലല്ലാ അല്ലേ? പക്ഷെ അത് ഇവിടെ റെക്കോർഡിങ്ങിനുണ്ട്. അതുകൊണ്ടാണ് ആ വാക്കുകൾ ആവശ്യമില്ലാത്തൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞോട്ടോ മോനെ. അപ്പോ വയലിൽ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്യാനും ഒക്കെ കേൾപ്പിക്കാനും പറ്റും. കാരണം ഇത് ഇവിടുക്കനുസരിച്ചൊരു വയലാണ് ഈ പറയുന്നത്. ഇത് കൊണ്ടുപോയിട്ട് അബുദാബിയിൽ കേൾപ്പിക്കുമ്പോൾ അയാളെന്താ ഇവിടെ വെക്കാത്ത വയൽ പറഞ്ഞു. ഇത് കോഴിക്കോട് പുതിയങ്ങാടിയിലെ ചീനാടത്ത് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ മാത്രമുള്ള വയലാണ് അവിടെ പറയുന്നത്. അതുപോലെ ഇരുമുഹാൽ സന്ദർഭത്തിനനുസരിച്ച് വയല. എല്ലായിടത്തും ഒന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ആവശ്യത്തിൽ പറയണം. ഇന്ന് നമ്മുടെ കുട്ടികൾ പാടുന്ന പാട്ടോ കേൾപ്പിക്കുന്നത് പാട്ട് സംഗീതത്തിന്റെ പേരില് കൂട്ടാട്ടം നടക്കുക. എന്ത് വൃത്തികേട് എന്നിൽ വെച്ചാൽ അത് സംഗീതമാണ്, അത് കലയാണ്, അതിനാദരിക്കുക. ഇന്നലെ കണ്ടില്ലേ? ഇന്നലെ ഒരു വലിയ ബർക്കത്തുള്ള ദിവസമായിരുന്നല്ലോ. അത് ഇന്നത്തെ പറഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. എന്താ വാളണ്ടിയേഴ്സ് ഡേ എന്തോ. പ്രേമിക്കാൻ വേണ്ടി ഒരു പ്രണയിക്കാൻ ഒരു ദിവസം, കവിതാക്കൾക്ക് പ്രേമിക്കാൻ ഒരു ദിവസം. നിങ്ങൾ ആലോചിച്ചു നോക്കണം. അത് വലിയ സംഭവമായി കൊണ്ടിവിടെ ചിത്രീകരിക്കപ്പെടുന്നു. ആരാണ് ഇവിടെ വഴികേട് പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഈ സമൂഹത്തിൽ കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഇവിടെ ബലാത്സംഗങ്ങളുടെ എണ്ണം കൂടുന്നത്? എങ്ങനെയാണ് ഇവിടെ വൃദ്ധസന്ധന്മാരുണ്ടാകുന്നത്? തെറ്റായിരിക്കുന്ന അവബോധവും ശരിയായിരിക്കുന്ന കുടുംബ ഭദ്രതയുമില്ലാത്തതിന്റെ പേരിൽ അല്ലേ സഹോദരന്മാരെ? അതെ. നോക്കൂ നിങ്ങൾ, ഇന്നലെ പ്രേമിക്കാനുള്ള ദിവസമായിരുന്നു. ആർക്ക് ഏത് പെണ്ണിനും പോയിട്ട് എന്തും പറയാം, ആരോട് എന്ത് കമന്റും പറയാം. പൂവാലന്മാർക്ക് വിലസാനൊരു ദിവസം. അതൊരു സ്വാതന്ത്ര്യമാണെങ്കിൽ
ഇനി എന്തൊക്കെയാണാവോ വരാൻ പോണ? ഓപ്പൺ മാർക്കറ്റിൽ ഇവിടെ റോഡിൽ കിടന്നുകൊണ്ട് നാൽക്കാലികൾ ബന്ധപ്പെടുന്നത് പോലെ ഈ മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അകപ്പതിച്ചുകൊണ്ട് സെക്സ് ആസ്വദിക്കുന്ന കാലം വരും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഒരായത്ത്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ. ഖുർആൻ പറഞ്ഞത് കണ്ടോ?